എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ബഷീർ ദിന ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതുപോലുള്ള കൂടുതൽ ക്വിസ് വീഡിയോകൾക്ക് വേണ്ടിയിട്ടും മറ്റ് വിദ്യാഭ്യാസപരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും നോക്കുന്നത് ബഷീർ ദിനത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ ചോദ്യം, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഇത് സാധാരണയായി ചോദിക്കാറുള്ള LP ലെവലിലും UP ലെവലിലൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറാണ്. മറ്റൊരു ചോദ്യം കൂടി അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ബഷീറിനെ സുൽത്താൻ അല്ലെങ്കിൽ ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചതാര്? അത് ബഷീർ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ബഷീർ ഒരു സ്വയം പൊങ്ങിയായിരുന്നു. അതായത് അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ചത്. ചുമ്മാ ഇറങ്ങിയാണ് കേട്ടോ പഠിക്കാൻ എളുപ്പത്തിന്. അതായത് ശരിക്കും അങ്ങനെ ഒരാളൊന്നും അല്ലായിരുന്നു. ഓക്കെ, ദെൻ HS ലെവലിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. 1908 ജനുവരി 21. 1908 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം മാസം തീയതി ഇത് മൂന്നും ചോദിക്കുമ്പോൾ 1908 ജനുവരി 21. ഓക്കെ, അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച ഡേറ്റ്. നമ്മൾ ഈ വീഡിയോയിലൂടെ LP UP HS HSS ഈ 3 ലെവലിലും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 4 ലെവലിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 4 ലെവലിൽ ഏതിലായിരുന്നാലും ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചു വെച്ചോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അത് പറയാൻ മറന്നു ഇൻട്രൊഡക്ഷനിൽ. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ ചോദ്യമാണ്, ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കത്തെ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. ഓക്കെ, കുട്ടികൾ പലപ്പോഴും തെറ്റ് ചോദിക്കാറുണ്ട്. ഇത് മലപ്പുറത്താണെന്ന് എഴുതിയിരിക്കുന്ന വളരെ കോമൺ ആയിട്ട് കാണാറുള്ള ഒരു തെറ്റുത്തരമാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സോ ബഷീർ ജനിച്ചത് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലാണ്. ഓക്കെ, ഇപ്പോൾ ബഷീർ ജനിച്ചത് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലാണ്. പഠിച്ചു വെച്ചേക്കുക, മിക്ക ക്വിസിനും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്താണ്? അതിൻ്റെ ഉത്തരം കൊച്ചു മുഹമ്മദ് എന്നാണ്. ഓക്കെ, കൊച്ചു മുഹമ്മദ് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര്. അത് പഠിച്ചു വെച്ചോ. അപ്പോൾ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീറാണ്. ബഷീറിനെ അങ്ങനെ വിശേഷിപ്പിച്ചതും ബഷീറാണ്. ബഷീറിൻ്റെ യഥാർത്ഥ പേര് കൊച്ചു മുഹമ്മദ് എന്നാണ്. ഓക്കെ, ദെൻ ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും ചിലയിടത്തൊക്കെ ചോദിക്കാറുണ്ട്. ബഷീറിൻ്റെ പിതാവ് കായ് അബ്ദുറഹ്മാൻ സാഹിബും മാതാവ് കുഞ്ഞാത്തുമ്മയുമാണ്. ഓക്കെ, പഠിച്ചു വെച്ചേക്ക്. LP ലെവലിലൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. ബഷീറിൻ്റെ പിതാവ് കായ് അബ്ദുറഹ്മാൻ സാഹിബും അദ്ദേഹത്തിൻ്റെ മാതാവ് കുഞ്ഞാത്തുമ്മയുമാണ്. ഓക്കെ, പഠിച്ചല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം. കുറച്ച് ഹാർഡ് ലെവൽ ക്വസ്റ്റ്യനാണ്. അധികം നിങ്ങൾ കേട്ട് കാണാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യമാണ്. ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം സുവാർത്ത നൽകുന്നവൻ. സുവാർത്ത എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത നൽകുന്നവൻ. ഓക്കെ, അപ്പോൾ ബഷീർ എന്ന പേരിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം സുവാർത്ത നൽകുന്നവൻ അല്ലെങ്കിൽ നല്ല വാർത്ത നൽകുന്നവൻ എന്നാണ്. ടൈ ബ്രേക്കർ ക്വസ്റ്റ്യനായിട്ട് സാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ HS ലെവലിൽ പൊതുവെ ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ്. ബഷീർ എന്ന പേരിൻ്റെ അർത്ഥം സുവാർത്ത നൽകുന്നവൻ അല്ലെങ്കിൽ നല്ല വാർത്ത നൽകുന്നവൻ. അടുത്ത ചോദ്യം, ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. ബഷീർ ജനിച്ചത് വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം കോട്ടയം ജില്ലയിലാണ്. ഓക്കെ, ഇനി ബഷീർ തന്നെ വിശേഷിപ്പിച്ചത് ബേപ്പൂർ സുൽത്താൻ എന്നാണ്. ഈ ബേപ്പൂര് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഓക്കെ, അപ്പം കൃത്യമായി പഠിച്ചു വെച്ചേക്കാം. വൈക്കവും തലയോലപ്പറമ്പും കോട്ടയം ജില്ലയിലും ബേപ്പൂര് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലുമാണ്. ഓക്കെ, പഠിച്ചു വെച്ചല്ലോ. ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കാനൊരു ചാൻസ് ഉള്ളൊരു ചോദ്യം എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഭയങ്കര ടഫൊക്കെ ആക്കിയ ഈ ബേപ്പൂരത്തെ ഇപ്പോഴത്തെ MLA ആയിരുന്നു ചിലപ്പോൾ ചോദിച്ചേക്കാം, കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ബേപ്പൂരത്തെ ഇപ്പോഴത്തെ MLA PA മുഹമ്മദ് റിയാസ് ആണ് കേട്ടോ. ബേപ്പൂരത്തെ ഇപ്പോഴത്തെ MLA എവിടെ PA മുഹമ്മദ് റിയാസ്. ഓക്കെ, മുൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന PA മുഹമ്മദ് റിയാസാണ് ഇപ്പോഴത്തെ ബേപ്പൂരിൻ്റെ MLA. ഇനി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചേക്കാം. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഈ PDF ഉണ്ടാക്കിയപ്പോൾ ഓർത്തില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനൊരു ചോദ്യം ഓർമ്മ വന്നു. അടുത്ത ചോദ്യം,
ബഷീർ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ, എല്ലാ ക്വിസിനും ചോദിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ പ്രേമലേഖനമാണ്. ബഷീറിൻ്റെ കൃതികളെല്ലാം പ്രണയവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ പ്രേമലേഖനമാണ്. പ്രസിദ്ധീകരിച്ചത് 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷത്തിലാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ പ്രേമലേഖനം പ്രസിദ്ധീകരിച്ചത് 1942. ഓക്കെ, അടുത്ത ചോദ്യം. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകനാര്? ഉത്തരം PA ബക്കറാണ്. ഓക്കെ, പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തെ സംവിധാനം ചെയ്തത് PA ബക്കറാണ്. അദ്ദേഹം ആ സിനിമ ഇറങ്ങിയ വർഷം 1985. 1985 PA ബക്കറാണ് പ്രേമലേഖനം എന്ന നോവലിനെ ചലച്ചിത്രമാക്കിയത്. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കുക, ചോദിക്കാം. അടുത്ത, ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം പഠിച്ചു വെച്ചേക്കുക. ടൈ ബ്രേക്കർ അല്ലെങ്കിൽ HSS ലെവലിൽ ഹാർഡായിട്ട് ചോദിക്കാം. 1993. അപ്പോൾ ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവൽ ചലച്ചിത്രമാക്കിയത് 1985. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത് 1993. പഠിച്ചു വെച്ചേക്കാം. ഇനി മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം ബാല്യകാല സഖിയാണ്. ആ നോവൽ വായിച്ചിട്ടുള്ളവരായിരിക്കണം നിങ്ങൾ ഭൂരിഭാഗം പേരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വായിക്കുക, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും. ഓക്കെ, മജീദും സുഹറയും. ഇനി മണ്ടൻ മുത്തപ്പ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകളാണ്. ഇനി സാധാരണ ചോദിച്ച് കാണാറുള്ളതും കുട്ടികൾ തെറ്റിക്കാറുള്ളതുമായിട്ടുള്ളൊരു ചോദ്യമാണ്, ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? പലരും ആനവാരിയും പൊൻകുരിശും ഒക്കെ എഴുതി വയ്ക്കാറുണ്ട്. ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകളാണ്. മുച്ചീട്ട് കളിക്കാരൻ എൻ്റെ മകൾ എന്ന കഥയിലെ കഥാപാത്രങ്ങളാണ് ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും. ഓക്കെ, അത് നിങ്ങൾ ഓർത്തു വെച്ചേക്കാം. ഇനി ഇവിടെ അടുത്ത, സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാല സഖിയാണ്. ബാല്യകാല സഖി എന്ന് പറയുന്ന നോവലും ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. ബഷീറിൻ്റെ ഒട്ടുമിക്ക എല്ലാ നോവലുകളും എന്താക്കിയിട്ടുണ്ട്? ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. ബാല്യകാല സഖിയാണ് ബഷീറിൻ്റെ ചലച്ചിത്രമാക്കിയ രണ്ടാമത്തെ നോവൽ. അതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയാണ്. പഠിച്ചു വെച്ചേക്കാം. ദെൻ ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകമാണ് നേരും നുണയും. ഓക്കെ, അടുത്ത ചോദ്യമാണെന്ത്? ചോദ്യോത്തര രൂപത്തിൽ ബഷീർ എഴുതി തീർത്ത അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏത് എന്നൊരു ചോദ്യം വന്നാൽ എഴുതേണ്ട ഉത്തരം നേരും നുണയും എന്നതാണ്. അടുത്ത ചോദ്യമാണ്, ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം സോജാ രാജകുമാരി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഴയൊരു പാട്ടാണ് സോജാ രാജകുമാരി എന്ന് പറയുന്നത്. ആ പാട്ടായിരുന്നു ബഷീറിന്, വൈക്കം മുഹമ്മദ് ബഷീറിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. അടുത്ത ചോദ്യമാണ്, വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം? ഉത്തരം 1993. ഓക്കെ, അപ്പോൾ ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 1993. ഇനിയൊരു ചോദ്യം ചോദിക്കാം, ബഷീറിന് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? ഓർമ്മയില്ലെങ്കിൽ നേരെ നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തു, അങ്ങോട്ടേക്ക് വീഡിയോ സ്കിപ്പ് അടിച്ച് പോയി ഓർത്ത് പഠിച്ചെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം. നിങ്ങൾ കൂടെ പഠിച്ചു പോവുക, പിന്നീട് പഠിക്കാൻ നിൽക്കരുത്, അത് പാടായിരിക്കും. നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് സാധാരണ ക്വിസ് വീഡിയോ അല്ലാതെ ഇത്തരത്തിൽ പഠിപ്പിക്കുന്ന പോലെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടെ പഠിച്ചു പോകാനാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനോടൊപ്പം പഠിച്ചു പോവുക. ബഷീറിൻ്റെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് 1993. ഇനി ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത് എന്തെന്നായിരുന്നു? ടാറ്റ. അതായത് ബഷീർ എപ്പോഴും യാത്രകൾ പോകുന്ന, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന, വീട്ടിലധികം നിൽക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഭാര്യയും മക്കളും എപ്പോഴും ബഷീർ നോക്കി ടാറ്റ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ബഷീറിനെ വീട്ടിൽ വിളിച്ചിരുന്ന ഭാര്യയും മക്കളും വിളിച്ച പേര് ടാറ്റ എന്നായിരുന്നു. പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞെന്നാണ് കേട്ടോ. ഇത്തരത്തിലുള്ള കാര്യമൊക്കെ ആക്കി പഠിക്കുമ്പോൾ പെട്ടെന്ന് സംഭവം കിട്ടും. അടുത്ത 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരിയാണ് ബാലാമണിയമ്മ. 1993 ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. അന്ന് ബഷീറിന് മാത്രമായിരുന്നില്ല, 2 പേർക്ക് ഇത്തരത്തിൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചു. അന്ന് ബഷീറിനൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട ആൾ ബാലാമണിയമ്മയാണ്. അടുത്ത ചോദ്യമാണ്,
ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ഓക്കെ, ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ഐരാവതം എന്ന് പറയുന്ന ആനയെ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ദ്രൻ്റെ വാഹനമായിട്ടുള്ള. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ബഷീറിൻ്റെ ജീവചരിത്ര കൃതി ഉള്ളത്. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരാണ് ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആര്? ഉത്തരം EM അഷ്റഫാണ്. EM അഷ്റഫാണ് ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന് പറയുന്ന കൃതി രചിച്ചത്. നിങ്ങളൊരു കാര്യം ഓർക്കുക, ചിലപ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, ബഷീറിൻ്റെ ജീവചരിത്രം ബഷീർ തന്നെയല്ലേ എഴുതാനുള്ളത് എന്ന്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ബഷീറിൻ്റെ കഥ ബഷീർ തന്നെ എഴുതുമ്പോൾ അത് ആത്മകഥയും, മറ്റൊരാൾ എഴുതുമ്പോൾ അത് ജീവചരിത്രമാണ്. ബഷീറിൻ്റെ ജീവചരിത്രമാണ് ബഷീറിൻ്റെ ഐരാവതങ്ങൾ. അത് എഴുതിയത് EM അഷ്റഫാണ്. EM അഷ്റഫ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങളാണ്. ഓക്കെ, രണ്ടാം ലോക യുദ്ധത്തെക്കുറിച്ച് പശ്ചാത്തലമാക്കി അല്ലെങ്കിൽ അതേപ്പറ്റി ബഷീർ എഴുതിയ കൃതിയാണ് ഇത്? ശബ്ദങ്ങൾ. ശബ്ദങ്ങൾ. ഇപ്പോൾ യുദ്ധം എന്ന് പറയുമ്പോൾ എന്താണ്? ആകെ വെടിയും ഒച്ചയും ബഹളമൊക്കെ അല്ലേ? അപ്പോൾ ഭയങ്കര ശബ്ദങ്ങളല്ലേ? ഇപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിനെ കുറിച്ച് ബഷീർ എഴുതിയത് ശബ്ദങ്ങൾ. പഠിക്കാൻ ഒരു കോഡായില്ലേ? യുദ്ധം എന്ന് പറയുമ്പോൾ ഭയങ്കര വെടിയും പോകുകയും ശബ്ദമാണ്. അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തെപ്പറ്റി ബഷീർ എഴുതിയ കൃതി ശബ്ദങ്ങൾ. അടുത്ത, പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂട്ടിയുള്ള ബഷീറിൻ്റെ കൃതി? പാത്തുമ്മയുടെ ആട്. LP ലെവലിൽ ചോദിക്കാറുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. പാത്തുമ്മയുടെ ആട് ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു നോവലാണ്. അത് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ഒരു കൃതിയാണ്. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യോ പോയാ അവിടെ പോയി. അടുത്ത ചോദ്യമാണ്, ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകനാര്? ഉത്തരം ആനി സൻവർ. ഇപ്പോൾ ഒരു സംശയം വന്നായിരിക്കാം, ഇതേ ക്വസ്റ്റ്യനല്ലേ കുറച്ച് നേരത്തെ നോക്കിയത്, ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകനാര്? ഉത്തരം PA ബക്കർ ആയിരുന്നു. ഇപ്പോൾ അതെങ്ങനെ ആനി സൻവറായി? ഇവിടെ ഒരു വട്ടത്തിൽ കിടക്കണുണ്ടോ? പ്രേമലേഖനം എന്ന ചലച്ചിത്രം 1985 പുറത്തിറങ്ങിയിട്ടുണ്ട്, 2017 പുറത്തിറങ്ങിയിട്ടുണ്ട്. 1985 പുറത്തിറങ്ങിയ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ PA ബക്കറും 2017 പുറത്തിറങ്ങിയ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആനി സൻവറുമാണ്. സോ ഇത് തിരിഞ്ഞു പോകാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കാം. അടുത്ത ചോദ്യമാണ്, ബഷീർ വിവാഹിതനായതെന്ന്. ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും പഠിച്ചു വെച്ചു. 1958 ഡിസംബർ 18 1958 ബഷീർ വിവാഹിതനായത്. ബഷീറിൻ്റെ മക്കൾ, 2 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്, ഷാഹിനയും അനീസും. ഓക്കെ, ഷാഹിന, അനീസ് എന്നീ 2 മക്കളാണ് ബഷീറിനുള്ളത്. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് സാധാരണ ചോദിക്കാറുണ്ട്. ഉത്തരം ഫാത്തിമ ബീവി അല്ലെങ്കിൽ ഫാബി ബഷീർ എന്നതാണ് ബഷീറിൻ്റെ ഭാര്യയുടെ പേര്. അപ്പോൾ ബഷീറിൻ്റെ ഭാര്യയുടെ പേര്, മക്കളുടെ പേര്, അദ്ദേഹം വിവാഹിതനായത് എന്ന്. ഇത്രയും പഠിച്ചു വെച്ചേക്കാം. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചേക്ക്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയാണ് ഏത്? ഉജ്ജീവനം. ഉജ്ജീവനം എന്നത് ആണ് ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക എന്നാണ് ഏതാണ്? ഉജ്ജീവനം. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ബഷീർ ഒരു വാരിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേര് ഉജ്ജീവനം എന്നാണ്. അടുത്ത ചോദ്യമാണ്, വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയതാര്? വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് EM അഷ്റഫാണ്. ഓക്കെ, അത് നമ്മൾ നേരത്തെ കൂടി പഠിച്ചു. EM അഷ്റഫ് ബഷീറിനെ കുറിച്ച് ഒരു പുസ്തകം കൂടെ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. അതേതാണെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കുക. എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചു എന്ന്. ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ബാക്കിലേക്ക് പോവുക, അത് നോക്കുക, പഠിക്കുക, വീണ്ടും ഇവിടേക്ക് വരിക. ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോൾ റിപ്പീറ്റ് അടിച്ച് പഠിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കറക്റ്റ് ഓർഡറിന് ഇടാത്തത്. ഇതാകുമ്പോൾ റിപ്പീറ്റ് അടിച്ച് വീണ്ടും വീണ്ടും നോക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോടൊപ്പം പഠിച്ചു പോകാൻ പറ്റും. അടുത്ത ചോദ്യം, ആകാശമിട്ടായി എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് നോവലിലാണ്? ഉത്തരം പ്രേമലേഖനം. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിലെ കഥാപാത്രമാണ് ആകാശമിട്ടായി. ഓക്കെ, അടുത്ത ചോദ്യമാണ്, കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ്? HSS ലെവലിൽ ചോദിക്കാറുണ്ട്. ഉത്തരം MN വിജയനാണ്. MN വിജയനാണ് കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയത് അല്ലെങ്കിൽ എന്ന അഭിപ്രായം പറഞ്ഞത് MN വിജയനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. അടുത്തത്, എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന
കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലുള്ളതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. എന്നാൽ ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും മറ്റൊരു കൃതിയിലെ കഥാപാത്രമാണ്. അത് മുച്ചീട്ട് കളിക്കാരൻ്റെ മകളാണ്. ഇത് തിരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്, പഠിച്ചു വെച്ചേക്കുക കൃത്യമായിട്ട്. ബഷീർ അന്തരിച്ചത് എന്നാണ്? 1994 ജൂലൈ 5. അഥവാ ഇതേ ജൂലൈ 5 നമ്മൾ ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അത് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ജീവചരിത്രം എന്താ? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ അറകൾ എന്നതാണ്. ഓർമ്മയുടെ അറകൾ. ഒരുപാട് ഓർമ്മകളാണ് ബഷീറിൻ്റെ ആത്മകഥ എന്നൊക്കെ പഠിച്ചു വെച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ അറകൾ. അടുത്ത, ബഷീർ രചനകളെ നിശ്ചിതമായി വിമർശിച്ച് MB രഘുനാഥൻ രചിച്ച കൃതിയാണ് ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. ഓക്കെ, അദ്ദേഹം ബഷീർ കൃതികളെ വിമർശിച്ചുകൊണ്ട് എഴുതിയൊരു കൃതിയാണ് ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. അതായത് ബഷീറിൻ്റെ എൻ്റുപ്പാപ്പ ഖുർആൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന നോവലിൻ്റെ കഥയുടെ പേരില്ലേ, അതിനെ കൂടി ഒന്ന് കളിയാക്കിക്കൊണ്ടിട്ട പേരാണ് ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. ഓക്കെ, അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് MB രഘുനാഥൻ രചിച്ച കൃതിയാണ് ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. പഠിച്ചു വെച്ചേക്കുക. മരിക്കുന്നതിന് മുമ്പ് മാതാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞ ബഷീർ കഥ. ഉത്തരം തേന്മാവ്. പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം തെറ്റിപ്പോയി, മാതാവിനല്ല മാവിനാണ്. അതാണ് ഞാനും ആലോചിച്ച് ക്വസ്റ്റ്യൻ എന്തോ പ്രശ്നമുണ്ടല്ലോ. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞ പുസ്തകമാണ് തേന്മാവ് എന്നത്. ട്രോളല്ല കേട്ടോ, അത് വായിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങ് വന്നു പോയതാണ്. ഓക്കെ, അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞ പുസ്തകമാണ് തേന്മാവ്. അടുത്ത, ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ പ്രേമലേഖത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. ബാല്യകാല സഖിയും 2 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നിൽ പ്രേം നസീറാണ് മജീദായിട്ട് അഭിനയിച്ചത്, മറ്റേതിൽ മമ്മൂട്ടിയാണ് മജീദായിട്ട് അഭിനയിച്ചത്. സോ ഇങ്ങനൊരു വ്യത്യാസമുണ്ട്. 2 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം. ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിൽ നിന്നാണ്. ഏതാണ് ആ കഥ? ഉത്തരം അനർഘ നിമിഷം എന്നതാണ്. ഉത്തരം അനർഘ നിമിഷം. ഇത് പഠിച്ചു വെച്ചേക്കുക. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാൻ പാട് കാണത്തില്ല. കാരണം ഈ അനർഘ നിമിഷം എന്ന് പറയുന്ന ചെറുകഥ +1 മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ അത് മാറിയിട്ടുണ്ട്. സോ ഇത് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ. ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാനില്ല, എല്ലാവർക്കും അറിയാം. ഓക്കെ, ദെൻ ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥയാണ് തങ്കം. ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥയാണ് തങ്കം. ആദ്യം പ്രസിദ്ധീകരിച്ച നോവലാണ് ഏതാണ്? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ഓർമ്മയില്ലെങ്കിൽ അങ്ങ് പോയിട്ട് നോക്കിയിട്ട് വാ, അപ്പം നിങ്ങൾ മറക്കത്തില്ല. ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് MK സാനു. MK സാനു ബഷീറിനെ പറ്റി എഴുതിയൊരു കഥയാണ് ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്നത്. ഓക്കെ, നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകളാണ്. ഓക്കെ, നിങ്ങൾ ആ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. ശബ്ദത്തിലൂടെ മാത്രമുള്ളൊരു കഥാപാത്രമാണ് നാരായണിയുടേത്. ഓക്കെ, അപ്പോൾ നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ മതിലുകൾ എന്ന കൃതിയിലാണ്. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ഏതെങ്കിലും ഒരു സിനിമയുടെ സംവിധായകൻ്റെ പേര് ചോദിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു ബഷീർ കൃതി സിനിമ ആക്കിയതിൻ്റെ സംവിധായകൻ്റെ പേര് ഉറപ്പായിട്ടും ചോദിക്കും. മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് ആര്? മമ്മൂട്ടി. ബഷീറിൻ്റെ മിക്ക സിനിമകളിലും മമ്മൂട്ടിയാണ് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇനി നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് KPSC ലളിതയാണ്. ഓക്കെ, അതും കൂടെ പഠിച്ചു വെച്ചേക്കാം. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം അത് മതിലുകളാണ്. മമ്മൂട്ടിക്ക് 3 തവണ ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ 1 തവണ കിട്ടിയത് മതിലുകൾ എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ്. ഓക്കെ, നട്ട് ഹംസനെ വിക്ടോറിയ എന്ന നോവലുമായി സാമ്യം ആരോപിക്കപ്പെട്ട ബഷീറിൻ്റെ നോവൽ. നട്ട് ഹംസൻ്റെ വിക്ടോറിയ എന്ന നോവലുമായി സാമ്യം ആരോപിക്കപ്പെട്ട ബഷീറിൻ്റെ നോവൽ
ഏതാണ്? ഉത്തരം ബാല്യകാല സഖിയാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നട്ട്ഹംസൻ്റെ വിക്ടോറിയ എന്ന നോവലിൽ നിന്നും കോപ്പി അടിച്ച് എഴുതിയ കൃതി ഏത് എന്ന് ചോദിച്ചാൽ ബാല്യകാല സഖി. ഇവിടെ അത് കോപ്പി അടിച്ചതൊന്നുമില്ല, ജസ്റ്റ് ഇൻസ്പയർഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റിയാണ് അത്. അദ്ദേഹം അത്തരത്തിലൊരു എന്താ കോപ്പി അടിച്ചെഴുതേണ്ട ആളൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും ബഷീറിനില്ലല്ലോ. സോ അദ്ദേഹത്തിൻ്റെ രീതിയിൽ എഴുതിയ കഥയിൽ അത്തരത്തിലൊരു സാമ്യം വന്നു പോയതാണ്, അല്ലാതെ കോപ്പി അടിച്ചതൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഇങ്ങനെ ചോദിച്ചേക്കാം, ബാല്യകാല സഖി എന്ന നോവലുമായി സാമ്യമുള്ള നട്ട്ഹംസൻ്റെ നോവൽ ഏത്? ഉത്തരം വിക്ടോറിയ. അടുത്ത, നീലവെളിച്ചം എന്ന ബഷീർ കഥ ചലച്ചിത്രമാക്കിയത് ഏത് പേരിൽ? ഉത്തരം ഭാർഗവീ നിലയം. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പ്രേത സിനിമ അല്ലേ? അത് എഴുതിയത് ബഷീറാണ്. അദ്ദേഹത്തിൻ്റെ നീലവെളിച്ചം എന്ന പുസ്തകമാണ്, കഥയാണ് ഭാർഗവീ നിലയം എന്ന സിനിമയായത്. ഓക്കെ, ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ പഠിച്ചു വെച്ചോ, എല്ലാ ബഷീർ ക്വിസിനും ഒരു ഇതില്ല ചോദിച്ചുകൊണ്ടിരിക്കും. എ വിൻസെൻ്റ് ആണ് ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ. ഒരു മാറ്റവും കാണില്ല, മിക്കവാറും നിങ്ങളെ സ്കൂളിലും ചോദിക്കും. ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ്. ഓക്കെ, ഭാർഗവീ നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മദലാക്ഷൻ പിന്നീട് പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ഉത്തരം കുതിരവട്ടം പപ്പു. ഓക്കെ, അതായത് കുതിരവട്ടം പപ്പുവിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇപ്പം ശരിയാക്കി തരാം. ആ ഡയലോഗ് പറഞ്ഞ അദ്ദേഹം ഈ സിനിമയിലെ ഭാർഗവീ നിലയം എന്ന സിനിമയിലെ ഒരു ഹാസ്യ നടനായിരുന്നു. ഓക്കെ, ദെൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷം 1970 പഠിച്ചു വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം 1981. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചോദിക്കും കേട്ടോ, ഒന്നെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം, അല്ലെങ്കിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം. സോ ഇതാണ് 50 ചോദ്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ചോദ്യങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സെക്കൻഡ് പാർട്ട് ചെയ്തിടാം. ദെൻ ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കുമെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് കൂടെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേണമെങ്കിൽ ഒറ്റ PDF ആക്കിയിട്ട് അങ്ങ് മറ്റേ ഭാർഗവീ നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മദലാക്ഷൻ പിന്നീട് പ്രസിദ്ധനായത് ഏത് പേരിൽ? ഉത്തരം കുതിരവട്ടം പപ്പു. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷം 1970. ഇങ്ങനെ പറഞ്ഞു പോയാൽ 5 മിനിറ്റ് കൊണ്ട് തീരും, പക്ഷേ അത് കൂടെ പഠിച്ചു പോകാൻ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളുടെ മനസ്സിരിക്കണമെന്നില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലിരിക്കും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കളയൊന്നും ചെയ്യില്ലേ, ഫുള്ള് കേൾക്കണേ, കഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, ദെൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ വീഡിയോ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ.